ഹായ് മക്കളെ, വെൽക്കം ടു എജ്യുപോർട്ട് അഗൈൻ. ദിസ് ഇസ് മാസിൻ. നമ്മൾ ജോഗ്രഫിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് പോകും. ജോഗ്രഫിയുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രഡിക്ഷൻ അല്ലേ. നമ്മൾ പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേക്ക് നമ്മൾ പറയാൻ പോകുന്നത്. സോ ശ്രദ്ധിക്കുക, ഇവിടെ സെക്കൻഡ് പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് 4 phases ഇൻ ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ 4 phases ഉണ്ട്. phase 1, phase 2, phase 3, phase 4. അതിനെ പറ്റിയൊരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം പരീക്ഷ പേപ്പറിനകത്ത്. അതിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷനായിട്ട് ബന്ധപ്പെട്ട ഒരു സമയമുണ്ട് അല്ലേ. ആ ഒരു സമയത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടൊരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു ചോദ്യം എങ്ങനെയായിരിക്കും, എന്താണ് അതിൻ്റെ ആൻസർ നോക്കൂ. 4 ഫേസുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ 4 ഫേസുകളിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിച്ചത് ഏത് ഫേസിലായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യും, ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു മുരടിച്ച കാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ചെറുതായിട്ട് എന്ത് ചെയ്തു, ഒരു ഗ്രോത്ത് കണ്ടു തുടങ്ങി, പിന്നീട് ഇവിടെ ഒരു പൊട്ടിത്തെറി കണ്ടു തുടങ്ങി. then ഇവിടെ എന്ത് ചെയ്തു, അതൊരു ലെവലിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് പോകുന്ന ഒരു ലെവലിലേക്ക്, ഒരു ആവറേജ് ലെവലിലേക്ക് ലാസ്റ്റ് ഫേസിൽ പോവുകയും ചെയ്തു. ഇത് അവർ 4 ഫേസസ് എന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പഠിക്കാൻ മറക്കരുത്, നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം പോകാൻ. ഐഡന്റിഫൈ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്സ്. 4 തരം റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട് അല്ലേ. ആ 4 റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ക്ലസ്റ്റേർഡ്. അത് നമുക്ക് അഗ്ലോമറേറ്റഡ് എന്നും പറയാം, ദെൻ ന്യൂക്ലിയേറ്റഡ് എന്നും പറയാം. നിങ്ങൾ ക്ലസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ മതി. ഓക്കെ, കേന്ദ്രീകൃതമായ വാസസ്ഥലങ്ങൾ എന്നുള്ളതാണെന്ന് പറയുന്നത്. ദെൻ സെമി ക്ലസ്റ്റേർഡ് ആണ് രണ്ടാമത്. അതിനെ ഫ്രാഗ്മെന്റഡ് എന്നുള്ള പേര് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, മൂന്നാമത്തത് ഹാംലെറ്റഡ് ആണ്. ആൻഡ് നാലാമത്തെ അവസാനത്ത് എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഐസോലേറ്റഡ് സെറ്റിൽമെന്റുകളാണ്. ഡിസ്പേഴ്സ്ഡ് എന്ന് പറഞ്ഞാലും മതി, ഐസോലേറ്റഡ് എന്ന് പറഞ്ഞാലും മതി. കഴിഞ്ഞ ദിവസം ലൈവിൽ ആരെന്ന് പറഞ്ഞിരുന്നു, സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. റെഡി, സ്കാറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റാണ്. ഒറ്റപ്പെട്ട അധിവാസ കേന്ദ്രങ്ങൾ എന്നാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഒരു ചോദ്യം നോക്കാം. ക്ലാസിഫൈ ഇന്ത്യൻ സിറ്റീസ് ആൻഡ് ടൗൺസ് ഓൺ ദ ബേസിസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ്. ഓരോന്നിനും, ഓരോ തരം ടൗണുകൾക്കും ഓരോ സിറ്റികൾക്കും അതിൻ്റേതായ ചില ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു സിറ്റീസിൻ്റെ ഒരു ലിസ്റ്റ് അന്ന് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ടൗൺസ്, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ടൗണുകൾ എന്ന് പറയുന്നത്. ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന നഗരങ്ങൾ എന്ന് പറയുന്നത്. ഡൽഹി പോലെ, ചണ്ഡീഗഡ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ട്രാൻസ്പോർട്ട് സിറ്റീസ് ആണ് അടുത്തത്. ഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട നഗരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്പോർട്ട് സിറ്റി എന്ന് പറയുന്നത്. അവിടെ ഒരു ഗതാഗത സംവിധാനം ഉണ്ട്. അപ്പോൾ കണ്ടില പോലെ, കൊച്ചി പോലെ, കോഴിക്കോടുള്ള പ്രദേശങ്ങളൊക്കെ തുറമുഖങ്ങളും നമ്മളെ വിമാനത്താവളങ്ങളൊക്കെ അല്ലേ, അത് തന്നെ. ദെൻ ഇൻഡസ്ട്രിയൽ ടൗണുകൾ, വ്യവസായ നഗരങ്ങളാണ് അടുത്തത്. പ്രധാനപ്പെട്ടത് മുംബൈ പോലുള്ള, സേലം പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉദാഹരണമാണ്. ദെൻ കൊമേഴ്ഷ്യൽ ടൗണുകളുണ്ട്. കൊമേഴ്ഷ്യലുള്ള വാണിജ്യപരമായി ബന്ധപ്പെട്ട കൊൽക്കത്ത പോലുള്ള സ്ഥലങ്ങളാണെന്ന് പറയുന്നത്. ദെൻ മൈനിങ്, ഖനനവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുണ്ട്. അതാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ജാരിയ പോലെ, റാണിഗഞ്ച് പോലെ, ദിഗ്ബോയ് പോലുള്ള സ്ഥലങ്ങളൊക്കെ എന്താണ്, നമ്മുടെ ഇത്തരത്തിൽ മൈനിങ്ങുമായിട്ട്, ഖനന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വലുതായി വന്നിരിക്കുന്ന നഗരങ്ങളാണെന്ന് മനസ്സിലാക്കുക. അടുത്തൊന്ന് ഗാരിസൺ കണ്ടോൺമെന്റ് ടൗണുകളാണ്. ഗാരിസൺ കണ്ടോൺമെന്റ് ടൗണുകൾ എന്ന് വെച്ചാൽ ആർമി സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള വെടിക്കോപ്പുകൾ സൂക്ഷിച്ച വെടിപ്പുരകൾ, അവർക്ക് വേണ്ട ആർമി ക്യാമ്പുകൾ ഉണ്ടല്ലോ. ആ ആർമി ക്യാമ്പുകൾ പറയുന്നത്, ആ ആർമി ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നഗരങ്ങളെയാണ് ഗാരിസൺ കണ്ടോൺമെന്റ് ടൗണുകൾ എന്ന് പറയുന്നത്. അംബാല പോലെ, ഭദ്രം പോലെ, ഉദ്ധംപൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇതിന്റെ എക്സാമ്പിളുകളാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പേരുകേട്ട പ്രദേശങ്ങളിലേക്ക് നമ്മൾ നഗരങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം, എഡ്യൂക്കേഷണൽ ടൗൺസ് എന്ന് പറയാം. അലീഗറൊക്കെ പോലുള്ള സ്ഥലങ്ങൾ അതിന്റെ ഉദാഹരണങ്ങളാണ്. റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൗണുകളുണ്ട്. അവരുടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, ഏതെങ്കിലും സാംസ്കാരികമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫേമസ് ആയി വന്ന നഗരങ്ങളായി വന്ന പ്രദേശങ്ങളാണ് ഈ പറയുന്നത്. മധുര പോലെ അല്ലെങ്കിൽ വാരാണസി പോലെ പ്രദേശങ്ങളൊക്കെ ഇതിന്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ടൂറിസം കൊണ്ട് മുന്നിലേക്ക് വന്ന നഗരങ്ങളെയാണ് നമ്മൾ ടൂറിസം സിറ്റീസ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രദേശങ്ങൾ നിങ്ങൾ ടൂർ വിടണം, അതൊക്കെ എന്താണ്, ടൂറിസം സിറ്റിയാണ്. എക്സാമ്പിൾ ഊട്ടി പോലുള്ള, മണാലി പോലുള്ള പ്രദേശങ്ങളൊക്കെ അതെ ടൂറിസം ടൗണുകളാണ് കേട്ടോ. എന്തായാലും ഒരു ചോദ്യം നോക്കിയേ. ലിസ്റ്റ് ഔട്ട് ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഫാമേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ചോദ്യം ഉറപ്പായിട്ട് പരീക്ഷാ പേപ്പറിൽ പ്രതീക്ഷിക്കണം. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കർഷകർ നേരിടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് പറയുന്നത് മൺസൂണിനെ ആശ്രയിക്കുന്നു എന്നുള്ളത്. മൺസൂൺ പലപ്പോഴും പണി പറ്റിക്കും, നേരം തെറ്റി പെയ്യും, നേരം തെറ്റി മഴ വരും, നേരത്തിന് ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് മൺസൂണിൻ്റെ കളിപ്പിക്കൽ ഒരു പ്രശ്നമാണ്. മറ്റൊന്നാണ് നമ്മളിവിടുത്തെ ഉൽപ്പാദനക്ഷമത അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് അമേരിക്ക പോലെ, റഷ്യ പോലെ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ്, വളരെ കുറഞ്ഞ പ്രൊഡക്ടിവിറ്റിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ ഒരു പ്രൊഡക്ടിവിറ്റി കുറവ് ഇന്ത്യൻ കർഷകർ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. ദെൻ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. ഇവർ കടം വാങ്ങിയിട്ടൊക്കെയാവും എന്ത് ചെയ്യുക, കർഷകർ കടം വാങ്ങിയിട്ടൊക്കെയാവും കൃഷി നടത്തുക. അത് വിജയിക്കാതെ വരുമ്പോൾ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് ഇന്ത്യയുടെ കർഷകർ നേരിടുന്നുമുണ്ട്. ദെൻ മറ്റൊരു ചോദ്യം നോക്കുക.
അതായത് 3 ക്രോപ്പിംഗ് സീസൺസ്, 3 ക്രോപ്പിംഗ് സീസൺസ് പഠിച്ചു വെക്കണം നിർബന്ധമായിട്ടും. ഖാരിഫ്, റാബി, സെയ്ദ്, അതിൻ്റെ കാലയളവ് ഏതാണ്, ആ കാലയളവിൽ ഉണ്ടാവുന്ന കൃഷി വിഭവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കണം നിർബന്ധമായിട്ട്. ഖാരിഫ്, റാബി, സെയ്ദ് പഠിച്ചു വെക്കുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഖാരിഫ്, റാബി, സെയ്ദ് ഏതൊക്കെയാണ് ക്രോപ്സ് എന്നുള്ളത് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ ഗുണങ്ങൾ എന്തെല്ലാം, ഇത് പാരമ്പര്യേതര എന്നാണ് ചോദിച്ചോളുന്നില്ല. ആ 2 ബോക്സ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ കാണിക്കാതെ. യെസ്, ആ 2 ബോക്സ് ആയിട്ട് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസങ്ങൾ കാണാതെ പഠിച്ചിട്ട് വേണം പോകാൻ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് അല്ലെങ്കിൽ രണ്ടുകൂടെ ചേർത്ത് ഇങ്ങനെ ഒരു പട്ടികപ്പെടുത്താനുള്ള ചോദ്യമോ നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. ഇതാണ് ആ ഒരു പട്ടിക എന്ന് പറയുന്നത്. 2 ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഉദാഹരണ സഹിതം ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ ഉദാഹരണത്തെയാണ് നിങ്ങൾ പെട്ടെന്ന് ആദ്യം മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാക്കി കാര്യങ്ങൾ എഴുതാൻ സാധിക്കും. ഓക്കെ, നോക്കൂ, ടാർഗറ്റ് ഏരിയ പ്ലാനിങ് എന്താണ്, ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്ലാനിങ് എന്താണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചേക്കാം. ഇതിൽ രണ്ടിൽ ഏതും ചോദിക്കാനുള്ള സാധ്യത 50-50 ആണ്. 50-50 ആണ് ചാൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിച്ചേക്കാം. ടാർഗറ്റ് ഒന്നെങ്കിൽ ടാർഗറ്റ് ഏരിയ പ്ലാനിങ് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്ലാനിങ് ചോദിച്ചേക്കാം. രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, യെസ്, ദെൻ ഇത്രയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് പഠിക്കുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലൈവിൽ ഇന്ന് രാത്രി ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ രാത്രി എല്ലാവരും ലൈവിലേക്ക് വരാം. ദെൻ അതേപോലെ തന്നെ നാളെ രാവിലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് രാവിലെ 6 മണിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അടുത്ത ബൂസ്റ്റർ ലൈവ് വരുന്നുണ്ട്. ആ ലൈവിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോകും നമ്മൾ. സോ ഈ ലൈവിലേക്ക് വരാൻ മറക്കരുത്. ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടി അടിപൊളിയാക്കിയിട്ട് വേണം വരാൻ. നമുക്ക് തകർത്ത് പഠിക്കാനുള്ളതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് മീ മാസിൻ സൈനിങ് ഓഫ്.